എന്താ കഥ ഒരു പേപ്പറിലാണ് അയച്ചു തന്നത്. ആരാണ്? ഞാന് ശ്രീകുട്ടാ മോനെ എന്നൊക്കെ വിളിച്ചോട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുഷമാമ്മ, സുഷമ ചേച്ചിയൊക്കെ ആയിരിക്കാം അല്ലേ? 38 വർഷങ്ങൾക്ക് മുമ്പിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം ഇവിടെ പങ്കുവയ്ക്കട്ടെ. എൻ്റെ മോനന്ന് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടെ ഗുരുവായൂർ പോകുന്നത് പതിവാണ്. എൻ്റെ ചെറിയമ്മ അവിടെ പടിഞ്ഞാറേ നടയിലാണ് താമസിക്കുന്നത്. അവരുടെ മോനും എൻ്റെ മോൻ്റെ അതേ പ്രായം. എൻ്റെ മോൻ അധികമൊന്നും സംസാരിക്കില്ല. ആകെ അമ്മ എന്ന് മാത്രം പറയും. വേറെ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. ഇവൻ്റെ ഈ രീതി കണ്ടപ്പോൾ ചെറിയച്ഛൻ്റെ അമ്മ ചോദിച്ചു, "എന്താടി മോളെ ഇവനൊന്നും സംസാരിക്കാത്തത്? കാക്ക എന്ന് പറയുമോ?" എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ഇല്ല" എന്ന്. അവിടെയുള്ള മോനാണെങ്കിൽ ഒരുവിധം നന്നായി സംസാരിക്കും. കാക്ക എന്ന് പറയുന്നത് കൂടി ആ കുട്ടി സംസാരിക്കുമത്രേ. "നീ ഒരു കാര്യം ചെയ്യ്, കണ്ണന് കടുക് കൊണ്ട് തുലാഭാരം നടത്താൻ പ്രാർത്ഥിക്കുകയെന്ന്." ഞാൻ ശരിയെന്ന് പറഞ്ഞു ട്ടോ. പിറ്റേന്ന് വീട്ടിൽ തിരിച്ചെത്തി. അതിനു പിറ്റേന്ന് രാവിലെ ഉമ്മറത്ത് ഒരു കാക്ക വന്നിരുന്നു ട്ടോ. ഞാൻ മോനോട് പറഞ്ഞു, "മോനെ കാക്കാന്ന് പറയൂന്ന്." അപ്പോൾ അവൻ കാക്കാന്ന് പറഞ്ഞു. ഇതൊന്നും നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ട്ടോ. ഇത് കണ്ണൻ്റെ ലീല അല്ലാണ്ട് വേറെ എന്താണ്? ഇന്നാണ് എൻ്റെ ഒരു കൃഷ്ണാനുഭവം. ഒത്തിരി കൃഷ്ണാനുഭവം കണ്ണൻ തന്നിട്ടുണ്ട് ട്ടോ. കൂട്ടത്തിൽ ഒരു കുഞ്ഞ് കാര്യം കൂടി പറയട്ടെ. 1 വർഷം മുമ്പ് എൻ്റെ പേരക്കുട്ടി 6 വയസ്സാണ്. പേര് അദ്വൈത്. അവൻ ഉമ്മറത്തിരുന്ന് കളിക്കുകയായിരുന്നു. അപ്പം മുറ്റത്തെ മരത്തിൻ്റെ പിറകിൽ നിന്ന് ഒരു ശിശ് എന്ന ശബ്ദം. അവൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു മോൻ, നല്ല വെളുത്ത മുഖം, തലയിൽ മയിൽപ്പീലിയൊക്കെ വെച്ച് അവനെ നോക്കി ചിരിച്ചത്രേ. അപ്പോഴേക്കും എന്നെ കാണിക്കാൻ അവൻ അമ്മമ്മേന്ന് ഉറക്കെ വിളിച്ചു. ഞാൻ ഓടി വന്നപ്പോൾ അവൻ പറഞ്ഞു, "ഉണ്ണിക്കണ്ണൻ ആ മരത്തിന് പിറകിൽ നിന്ന് എത്തി നോക്കി ചിരിച്ചെന്ന്." ഞാനത് വിശ്വസിച്ചില്ല ട്ടോ. പക്ഷേ എപ്പോഴും ആ മയിൽപ്പീലിയുടെ ഭംഗി അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ അത് കണ്ണാ അങ്ങനെയൊക്കെ സംഭവിച്ചത്? ആ തൃമധുരത്തിലെ ഓരോരുത്തരുടെ അനുഭവം അവനെ കേൾപ്പിക്കുമ്പോൾ മോൻ പറയാണ്, "അമ്മയുടെ ശ്രീകുട്ടനോട് ഞാൻ കണ്ണനെ കണ്ട കാര്യം ഒന്ന് പറയുമോ എന്ന്." തൃമധുരത്തിൽ പറയാമോ എന്ന് ചോദിക്കാം. എഴുത്ത് ശകലം കൂടിപ്പോയിട്ടോ, ക്ഷമിക്കുമല്ലോ മോൻ. സ്വന്തം അമ്മ. എന്താ കഥ? സ്വന്തം അമ്മ ശ്രീകുട്ടൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒന്നും പറയാനില്ല. പിന്നെ അമ്മയുടെ അനുഭവം. പിന്നെ മോനെ കണ്ണൻ കാണാൻ വന്നിട്ടുണ്ടാവും. മക്കളെ, കുട്ടികളെ എപ്പോഴും അങ്ങനെയാണല്ലേ? കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുലർച്ചെ എല്ലാവരും ഉറങ്ങിക്കിടന്ന് 3 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അധിക കുട്ടികളും ഉണർന്ന് കൈകാലിട്ടടിച്ച് ആകാശത്ത് നോക്കി ആരോടോ സംസാരിക്കുന്നതായിട്ട് കാണില്ലേ? ചിരിക്കുക. നമ്മളറിയില്ല ആരോടാണ് ചിരിക്കുന്നതെന്ന്. കുട്ടികൾ ഭഗവാനെ നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് സത്യം. അതങ്ങനെയാണ്. അങ്ങനെ വിശ്വസിച്ച് നമുക്ക് അങ്ങനെ കണ്ടു നോക്കിയാൽ കുട്ടികളുടെ ആ കളി, നമ്മളോടൊന്നല്ല ചിരിക്കുന്നതും കഥ പറയുന്നതും കളിക്കുന്നതൊന്നും. വായിൽ വിരലിട്ട് ആരോടോ പറയാണ്. ആരായിരിക്കും കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ പറ്റുന്നത്? പൊന്നുണ്ണിയല്ലാതെ മറ്റാരാണ്? അപ്പോൾ ഈ ഉണ്ണിയെ കാണാൻ വന്നതും ഉണ്ണി തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്താ കഥ? നല്ലൊരു ദിവസം. ഇത്രയും നല്ല അനുഭവമൊക്കെ പറയാൻ കിട്ടിയ എന്തൊരു ഭാഗ്യമാണ്. കേൾക്കാൻ നിങ്ങളുടെ ഭാഗ്യം, പറയുന്നത് എൻ്റെ ഭാഗ്യം. എൻ്റെ ഇൻബോക്സ് നിറഞ്ഞ് കവിയാണ് അനുഭവങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും, അറിയാമല്ലോ. കുറേ ബുദ്ധിമുട്ടുകളുടെ എല്ലാവരെയും ചേർക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. എങ്കിലും കഴിയുന്ന ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതൊരു ഗംഭീര അനുഭവമായി ആയിപ്പോയി. ഞാനിങ്ങനെ കുട്ടികളെ പറ്റി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഗോവിന്ദനൊക്കെ അങ്ങനെയായിരുന്നു. ഒരു 3 മണിയായാലേ അങ്ങ് ഉണരും. പിന്നെ വായിൽ വിരലിട്ട് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുക, മുഷ്ടി ചുരുട്ടുക, എന്തൊക്കെയാ കഥ. അയ്യോ! അപ്പം ഞാൻ നിർത്തട്ടെ. ഹരേ കൃഷ്ണ.